ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കുറേ പേര് എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രഗ്നൻസിയുടെ ആദ്യ ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നമുക്ക് തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ലക്ഷണങ്ങളാണ് ഞാൻ ഇപ്പോൾ ഒരു 5-6 ലക്ഷണങ്ങൾ മോസ്റ്റ്ലി എല്ലാവർക്കും കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ പീരീഡ്സ് മിസ്സാവും തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷണം. നമ്മൾ പീരീഡ്സ് മിസ്സാവുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കൺസേൺ ആവുക, നമ്മൾ കൂടുതലായിട്ടും പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് തിരിച്ചറിയാൻ പറ്റുക നമ്മുടെ പീരീഡ്സ് മിസ്സാവുമ്പോഴാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് ഈ ഒരു ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയാനുള്ളത് നമുക്ക് ചിലവരിൽ ഇതെല്ലാവരിലും ഉണ്ടാവില്ല, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രഗ്നൻസി ലക്ഷണമായിട്ട് കണക്കൂട്ടാം. എന്ന് വെച്ചാൽ പീരീഡ്സിൻ്റെ ഡേറ്റിന് തൊട്ട് ഒരു 2-3 ദിവസം മുന്നായിരിക്കും നമുക്ക് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണാം. അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു നമുക്ക് പ്രഗ്നൻസി ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് കൂടുതലായിട്ടും ഉള്ളത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ആദ്യ ടൈമിൽ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയണേക്കാളും ചിലപ്പോൾ മുന്നും അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി. അതുപോലെ തന്നെ ഛർദ്ദിക്കൽ രണ്ടും ഉണ്ടാവും കേട്ടോ. ചിലരിൽ ഛർദ്ദിക്കാൻ വരൽ മാത്രമായിരിക്കും, ചിലർക്ക് അത് ഛർദ്ദിയായിട്ടും ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടും ഇത് മോർണിംഗിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ചിലരിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഛർദ്ദി ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്ത് കഴിച്ചാലും നമുക്ക് ഛർദ്ദിക്കാൻ വരിക. നമുക്ക് ശരിക്കും ഒരു ഭക്ഷണം പോലും ആ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിലാണ് കൂടുതലായിട്ട് ഈ ഛർദ്ദി ഉണ്ടാവുക. 3 മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് കുറഞ്ഞായിട്ട് വരും ചിലവരിൽ. പക്ഷേ ഈ ഒരു ഡെലിവറിയുടെ ആ തൊട്ട് മുന്നേ വരെ ഈ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി അതുപോലെ തന്നെ ഛർദ്ദി കണ്ടുവന്നിട്ടുണ്ട്. അതിന് തികച്ചൊരു എക്സാമ്പിളാണ് എനിക്ക് നന്നായിട്ടും ആദ്യത്തെ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് നന്നായിട്ടും ഛർദ്ദി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഡോക്ടറായിട്ട് പറഞ്ഞ് ഞാൻ ഛർദ്ദിയുടെ ഒരു ഗുളിക വരെ കഴിച്ചു. പക്ഷേ ആ ഒരു ഗുളിക വരെ ഛർദ്ദിച്ച് അങ്ങോട്ട് പോവുമായിരുന്നു എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. രണ്ടാമത്തെ കേസിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു എനിക്ക് ആ ഒരു മുന്നേ തന്നെ ആ ഒരു പീരീഡ്സിന് മുന്നേ തന്നെ എനിക്ക് ചെറിയ ഒരു ഛർദ്ദിക്കാൻ വരിക അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്രസ്റ്റിലുള്ള ചേഞ്ചസ് ആണ് നമുക്ക് ആദ്യ ഒരു ടൈമിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ചെറിയൊരു വലിപ്പം വെച്ച പോലെ തോന്നുക, അതുപോലെ തന്നെ ബ്രസ്റ്റിലൊരു കനം പോലെ തോന്നുക, ചെറിയൊരു ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻ പോലെ, പിന്നെ ഒരു ടെൻഡർനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിപ്പിളൊക്കെ കുറച്ചൊരു ഡാർക്കൺ പോലെ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ചെറിയൊരു ചേഞ്ച് ചിലപ്പോൾ ഈ ഒരു PMS-ലായാലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു ഛർദ്ദിക്കാൻ വരലുണ്ടാവാം. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ PMS-ൽ ഈ ഒരു സിംറ്റം ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, PMS-ലും ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഛർദ്ദി ഉണ്ടാവാറുണ്ട്. അപ്പോൾ PMS-ൽ അങ്ങനെ ഛർദ്ദി ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ PMS-ലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ബോഡി നേച്ചറിനനുസരിച്ച് നമുക്ക് സിംറ്റംസും ചേഞ്ച് ആവാം. അപ്പോൾ ഈ ഒരു പറയുന്ന സിംറ്റംസും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് PMS-ലും ഉണ്ടാവാം. പക്ഷേ മോസ്റ്റ്ലി ഇങ്ങനെ പറയാൻ വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിയിലും നമുക്ക് ഈ ഒരു സിംറ്റം ഉണ്ടാവാം കേട്ടോ. അപ്പോൾ മോസ്റ്റ്ലി ഈ പ്രഗ്നൻസിയിലാണ് കൂടുതലായിട്ട് എനിക്കൊക്കെ തീരെ ഒരു PMS ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു സിംറ്റം പോലും ഉണ്ടാവില്ല. എനിക്ക് മെയിനായിട്ടും പുറം വേദന അതുപോലെ തന്നെ നല്ല ക്ഷീണം അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ. ഈ ഒരു നിപ്പിൾ ടെൻഡർനെസ്സോ അങ്ങനെ ഛർദ്ദിക്കാൻ വരലോ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് ഓരോ പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് വേരി ചെയ്യും. പിന്നെ നെക്സ്റ്റ് നമ്മുടെ യൂറിനേഷൻ, ഇൻക്രീസ്ഡ് യൂറിനേഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എപ്പോഴും മൂത്രമൊഴിക്കാനൊരു ടെൻഡൻസി, മൂത്രമൊഴിക്കാൻ തോന്നുക. അതിപ്പോൾ രാത്രികളിൽ മാത്രമല്ല, രാത്രിയിൽ പ്രത്യേകിച്ചും നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നും. രാത്രിയിൽ മാത്രമല്ല രാവിലെ ആയാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കത് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നമുക്ക് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതലായിട്ടും എന്താ പറയുക, നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ കൂടും. കിഡ്നി കൂടുതലായിട്ടും എക്സ്ട്രാ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെ യൂറിനേഷൻ ചെയ്യാനൊരു ടെൻഡൻസി നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും മിക്കവരിലും കണ്ടിട്ടുണ്ട്, എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു യൂറിനേഷൻ നമുക്ക് മോസ്റ്റ്ലി ചിലപ്പോൾ ഈ ഒരു പ്രഗ്നൻസി വരെ നമുക്ക് ഉണ്ടായെന്നും വരാം. എന്ന് വെച്ചാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പിന്നെ നമ്മുടെ ഈ ഒരു വയറൊക്കെ വലുതാവും തോറും നമുക്ക് കൂടുതലായിട്ടും എപ്പോഴും മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഫിറ്റീഗാണ് കൂടുതലായിട്ടും എപ്പോഴും നമുക്ക് ക്ഷീണം വരിക, നമുക്ക് ക്ഷീണം തോന്നുക. സാധാരണ വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും. രാവിലെ നമുക്ക് ബെഡിൽ നിന്ന് തീരെ ഒരു എഴുന്നേക്കാൻ തോന്നില്ല, ഫുൾ ടൈം നമുക്ക് ബെഡിൽ തന്നെ കിടക്കാൻ തോന്നുക, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം തോന്നും ഈ ഒരു ടൈമിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു PMS-ലായാലും നമുക്ക് ഈ ഒരു സിംറ്റം തോന്നും കേട്ടോ. ഇതിൽ പൊതുവേ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ പേഴ്സണും വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു വീക്കിൽ 2 വീക്കിലൊക്കെ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചേഞ്ചസ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മൾ ഈ പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഇനി ഉള്ള ചേഞ്ചസുകളാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ വരാറുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഇനി നമുക്ക് പറയാനുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ പ്രൈമറി ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും പിന്നെ സെക്കൻഡറി ലക്ഷണങ്ങൾ അതിനോടൊപ്പം കൂടി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പ്രൈമറി ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഈ ഒരു ലക്ഷണങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളൊന്നുമില്ല, നമുക്ക് ചെറിയൊരു ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കൂട്ടി വായിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തായാലും പറയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള നമുക്ക് എന്തൊക്കെയാണ് ഒട്ടുമിക്ക എല്ലാവരിലും കാണുന്ന ലക്ഷണങ്ങൾ നോക്കാം. ഇനി മെയിനായിട്ട് നമുക്ക് വേദനകളായെന്ന് തന്നെ പറയാം. നമുക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടാവും, ചിലർക്ക് നല്ല രീതിയിൽ വയറുവേദന ഉണ്ടാവും. നമുക്ക് ഈ ഒരു പീരീഡ്സ് ആവുന്ന പോലെ തന്നെ വേദന ഉണ്ടാവും. മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു വേദന കാണാറ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തലവേദന ഉണ്ടാവും, നമുക്ക് കാല് കടച്ചിൽ എന്നൊക്കെ പറയില്ലേ, അതുണ്ടാവും. അതുപോലെ തന്നെ മസിൽ കൊളുത്തി പിടിക്കുക. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ട് കണക്ക് കൂട്ടാം. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഈ ഒരു മൂഡ് ചേഞ്ചസ് ആണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സന്തോഷം വരിക, പെട്ടെന്ന് സങ്കടം വരിക, വളരെ ഒരു ചിലപ്പോൾ മൂടിയായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവും. നമുക്ക് ചിലപ്പോൾ ദേഷ്യം കൂടുതലായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ നമുക്ക് ദേഷ്യം ഉള്ളവരാണെങ്കിലും ദേഷ്യം കുറവായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടാവും. ഇനി നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാവും, നമുക്ക് വയറ് വന്നിട്ട് ഗ്യാസ് വന്നെന്ന് അറിയുന്ന പോലെ ഭയങ്കര അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും, വയറ് ഫുള്ളായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, ചിലർക്ക് പക്ഷേ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൂസ് മോഷൻ ഉണ്ട്, ഇത് പ്രഗ്നൻസി സിംറ്റം ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് അങ്ങനെ ആ ഒരു സിംറ്റം മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്കായാലും ആ ഒരു സിംറ്റം മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാൻ പറ്റില്ല. ഏതൊരു ഡോക്ടേഴ്സിനായാലും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ കൂടി ചേർന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കുള്ളത് നമുക്ക് ഫുഡിനോടുള്ള ചിലപ്പോൾ അമിതമായ ചിലർക്ക് ഫുഡ് കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും, ചിലർക്ക് തീരെ ഒരു ഫുഡിനോട് ഇഷ്ടം മൊത്തം പോവും. പിന്നെ ഒരു വിചിത്രമായിട്ടുള്ള എന്താ വെച്ചാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഫുഡുകൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഇഷ്ടമുണ്ടാവില്ല. അത് എനിക്ക് പേഴ്സണലി ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. എനിക്ക് ബർഗേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു. സ്മെല്ല് പോലും എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ദേഷ്യവും, പിന്നെ നമ്മൾ ചിലപ്പോൾ കഴിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല ഇഷ്ടത്തോടെ നമ്മൾ കഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ മൂക്കടപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പല്ലിൻ്റെ കുറച്ച് ഗം പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു ടൈമിൽ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില രീതി നമുക്ക് മോണ പൊട്ടുക, ചോര വരിക, അതൊക്കെ നമുക്ക് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ ഉള്ള സാധ്യതകളാണ്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്കൊക്കെ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുക. അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ സിംറ്റംസൊക്കെ മാറി നിൽക്കാൻ കുറച്ചൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ക്ഷീണം അനുഭവപ്പെടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എപ്പോഴും മുൻകൂട്ടി തന്നെ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഒരു എന്താ പറയുക എനർജറ്റിക് ആയിരിക്കും ഈ ഒരു മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിച്ച അത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരിക്കലും ഈ എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ. ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ല.
ചിലവർക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂഡ് ചേഞ്ച് ഉണ്ടാവും. പിന്നെ നമുക്ക് ചില ഫുഡുകളോടുള്ള നമുക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ മുൻകൂട്ടി തന്നെ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ മെയിനായിട്ടും ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ മെയിനായിട്ടും ആദ്യത്തെ നമുക്ക് ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ നമുക്ക് കഴിക്കേണ്ട വൈറ്റമിൻസുകളാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എപ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ കണ്ടു, അപ്പോൾ എപ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? എപ്പോഴും ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് നമുക്ക് വിരോധമില്ല. എന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പീരീഡ്സ് മിസ്സായ ദിവസം തന്നെ നമുക്ക് റിസൾട്ട് ചിലവരിൽ കിട്ടിയേക്കാം, ചിലവരിൽ കിട്ടാതിരിക്കാം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിരിക്കാം. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഒരു HCG കൗണ്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ഒരു നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ റിസൾട്ട് നമുക്ക് കിട്ടാം. അപ്പം എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഒരു 100% നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു പീരീഡ്സ് മിസ്സായ ഒരു 10 days കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് റിസൾട്ട് കിട്ടാം. അപ്പോൾ അത് ചിലപ്പോൾ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മുൻകൂട്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയാലും നമുക്ക് സന്തോഷം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കണ്ടുവരുന്ന ആദ്യത്തെ ഞാൻ പറഞ്ഞു കുറച്ച് സിംറ്റംസും. പിന്നെ രണ്ടാമതായിട്ടും കുറച്ച് സിംറ്റംസ്. ഞാൻ അധികം കൂടുതലായിട്ട് കുറേ സിംറ്റംസുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി വിചിത്രമായ നമുക്ക് കുറേ സിംറ്റംസും കാണാറുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റാത്ത സിംറ്റംസും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്താ വെച്ചാൽ ഇത് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. നമ്മൾ ഇപ്പം ഞാനായാലും ഏതൊരു വീഡിയോ കാണുമ്പോഴായാലും നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറേ പേര് എന്താ വെച്ചാൽ പ്രഗ്നൻസിക്ക് നമുക്ക് എത്ര നമ്മൾ സംശയങ്ങൾ ചോദിച്ചാലും നമുക്ക് ആ കുറേ ഡൗട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഡൗട്ടുകൾ തീർത്ത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയാം. അത്രയധികം സംശയങ്ങളും ആവലാതികളും ഒക്കെ നമുക്ക് അടങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ടൈം. അപ്പോൾ നിങ്ങൾക്കും പരമാവധി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.